ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ പോലും ഈ അടിമത്തം, ഈ വിധേയത്വം അതാണ് നിഴലിച്ചു കാണുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റില് ചിലരെ എതിരഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടി തിരുത്തി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം വരുന്നു എന്ന് പുറത്തു വരുന്നത് തന്നെ ഇപ്പോൾ ഒരു ചീത്ത കാര്യമായിട്ടാണ് പാർട്ടി കരുതുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ചർച്ച ചെയ്യാനും തിരുത്താനും തയ്യാറാവുന്ന പാർട്ടിയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. തെറ്റുകൾ തിരുത്താൻ അവർ ഒരിക്കലും തയ്യാറാവുന്നില്ല. പഴയ പിടിവാശികളിൽ നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ യാതൊരു പ്രയോജനവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയ ലോക കേരള സഭ ഈ 4-5 മാസങ്ങൾ കൂടിയാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതിനിടയിൽ 10 കോടി രൂപ ചെലവഴിച്ച് ലോക കേരള സഭയുടെ അടുത്ത സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുക. 10 കോടി രൂപയാണ് പോകുന്നത്. വെറുതെ പോവുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറെ പ്രതിനിധികൾ വരും. എല്ലാം CPM-ന് താല്പര്യമുള്ളവരാണ്. അവരിവിടെ വരും, 2-3 ദിവസം ചർച്ചയ്ക്കും, എന്നിട്ട് അവർ മടങ്ങും. ഇതുവരെ 5 പൈസയുടെ പ്രയോജനം ഈ കേരള സഭ കൊണ്ട് സംസ്ഥാനത്തിനുണ്ടായിട്ടില്ല. വീണ്ടും നടത്താൻ പോവുക. ഇതിനൊക്കെ എതിരായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് എന്ന് അവർ ഓർക്കുന്നില്ല. തെറ്റുകൾ തിരുത്താൻ അവര് തയ്യാറാവുന്നില്ല. ഇനിയിപ്പോ CPM-ന് അടിയന്തരമായി വേണ്ടത് സത്യസന്ധമായി ചിന്തിക്കാനും സത്യം പറയാനുമുള്ള ഒരു മനോഭാവമാണ്. എങ്കിൽ മാത്രമേ ആ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ.